നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിവിധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളേണ്ട നിലപാടുകളെ കുറിച്ച് സംസാരിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതിൻ്റെ ബാധ്യത ഇന്ത്യക്കും, അതേപോലെ തന്നെ പാലസ്തീനിൽ നിന്നുള്ള ഇസ്ലാമിക ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് എന്നത് ഇസ്രായേലിനും ഒരു വലിയ കടമ്പ തന്നെയാണ്. കാലങ്ങളായി ഇരു രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരവാദത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങളോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇനി ഉണ്ടാകില്ല എന്ന് ഇരു രാജ്യങ്ങളും ഉറപ്പുകൊടുത്തു. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പൂർണ്ണ പിന്തുണയാണ് നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നൽകിയത്. കാലങ്ങളായി ഈ മേഖലയിൽ ഇസ്രായേൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. അത് ഏറെക്കുറെ അവസാനിച്ച മട്ടാണ് ഇപ്പോഴുള്ളത്. ഹമാസിൻ്റെ ഭീകരവാദത്തെ അടിമുടി വേരോടെ പിഴുതെറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പാകിസ്ഥാനിൽ അസിമുനീർ സർവ സൈന്യാധിപനായതോടുകൂടി വീണ്ടും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയാണ് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിനെ ഇന്ത്യക്ക് മറികടന്നേ മതിയാവുകയുള്ളൂ. അസിമുനീർ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണികളാണ് സ്ഥാനത്തേക്ക് എത്തിയതിന് സ്ഥാനാവരോഹണത്തിന് ശേഷം മുഴക്കിയത്. ഇതിന് ഇന്ത്യ തന്നെ കൃത്യമായ രീതിയിൽ നേരത്തെ മറുപടി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായാൽ പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കും എന്ന തരത്തിലുള്ള കൃത്യമായ പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ പാകിസ്ഥാൻ ഒന്നുകൊണ്ടും ശാന്തമാകില്ല. പാകിസ്ഥാന് അവർക്ക് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. അതുകൊണ്ട് തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ നേതാക്കന്മാരുടെ മീറ്റിങ്ങും ഒക്കെയായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഖൈബർ പഖ്തൂൺ റീജിയനിൽ അവരുടെ വലിയ തീവ്രവാദ ക്യാമ്പുകൾ ഇപ്പോഴും സജ്ജമായി ഇരിക്കുകയാണ്. ഇനി അടുത്ത നാളുകളിൽ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ തള്ളിവിടുവാൻ അവർ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു പ്രകോപനവും കൂടി ചെങ്കോട്ടയിൽ ഉണ്ടായതുപോലെ ഒരു പ്രകോപനവും കൂടി പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായാൽ ഭീകരവാദികൾ മാത്രമല്ല, പാകിസ്ഥാൻ സൈന്യം തന്നെ എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്ന് ഉറപ്പാണ്. പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനിലെ ഹമാസ ഉന്മൂലനം ചെയ്യപ്പെട്ടതുപോലെ ദക്ഷിണേഷ്യയിൽ ഇന്ത്യയും അഭിമുഖീകരിക്കുന്നത് ഒരേ തരത്തിലുള്ള ഭീകരവാദ പ്രശ്നങ്ങൾ തന്നെയാണ്. ആഗോളതലത്തിൽ ഇസ്രായേലും അമേരിക്കയും റഷ്യയും എന്ന് വേണ്ട എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പാകിസ്ഥാന് എതിരെ തന്നെയാണ്. അമേരിക്കയുടെ അടുത്ത വർഷത്തെ സുരക്ഷാ നയത്തിൽ നിന്നും പാകിസ്ഥാനെ പൂർണ്ണമായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശവുമില്ല. വാണിജ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനോട് സഹകരണം നടത്തുന്നതിനെപ്പറ്റി യാതൊരുവിധ പരാമർശവും അതിലില്ല. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യത്തെ എല്ലാ രാജ്യങ്ങളും വെറുത്തു കഴിഞ്ഞു. ഇനി പാകിസ്ഥാൻ ഒറ്റപ്പെടും. ഇതേപോലെ തന്നെയാണ് ഹമാസിൻ്റെ കാര്യമെടുത്താലും പാലസ്തീന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇനി ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇന്ത്യയിൽ കുറച്ച് ഭീകരവാദികളെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് കേട്ടാൽ ജനാധിപത്യം തുളുമ്പുന്ന ചില ആൾക്കാർ ഒഴിച്ചു നിർത്തിയാൽ മറ്റാർക്കും തന്നെ ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കാൻ സാധിക്കുകയില്ല. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇവർക്കെതിരായി തിരിഞ്ഞു കഴിഞ്ഞു. ഇനി ആഗോള ഭീകരവാദം ഏതാനും വർഷങ്ങൾക്ക് അകം തന്നെ അറുതി വരും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.